ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ബ്ലോഗ്സിന്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇന്നിപ്പോ ഉണ്ടല്ലോ രണ്ട് പിന്നെ നയിക്കല്ലേ ഇന്നുണ്ടല്ലോ. ഇപ്പം ചേട്ടായി ഊണും കഴിഞ്ഞൂടെ കിടന്നപ്പോഴത്തേനും നമ്മുടെ ഒരു മോള് വിളിച്ചു കേട്ടോ. മോള് വിളിച്ചിട്ട് പപ്പ എന്നെ എടുക്കുക അങ്ങനെ കുറേ സമയം കൊണ്ട് സംസാരിക്കുക. ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഭയങ്കര സംസാരം. അന്നേരം പറഞ്ഞു ഞാൻ ഇന്ന് പപ്പയുടെ വീഡിയോ ഈ വീഡിയോ കണ്ടു, നമ്മുടെ വീഡിയോ കണ്ടു. പപ്പ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കാണാനൊരിതുണ്ട്, എവിടെയേ തിരക്കുടിയെ വെച്ചിട്ടുണ്ട്. ആരത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ ദൈവം എടീനെ കുളിക്കുന്ന എൻ്റെ കുഞ്ഞിനെ പോലും കണ്ടിട്ടാണ് കേട്ടോ. അല്ല മറ്റുള്ളവർ കുഴപ്പമില്ല, അവർക്ക് അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. അല്ല മറ്റുള്ളവർ വിചാരിക്കുന്നത്. അതെ, അപ്പൊ കുറേ നേരമായിട്ട് സംസാരിക്കും. അപ്പൊ ഞാൻ ഈ ജോലി ചെയ്യുന്ന അങ്ങോട്ട് കൊണ്ട് നടക്കുന്നതിനിടയിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞു പപ്പായി എന്നാണ് വിളിക്കുന്നത്. പപ്പായി എന്തുകൊണ്ടല്ലോ പപ്പായി ഉള്ളതുകൊണ്ട് ഇന്ന് നല്ല വീഡിയോ ആയിരുന്നു, പാട്ടുണ്ടായിരുന്നുകൊണ്ട് സൂപ്പറായിരുന്നു. അപ്പടിയേ ഞാൻ കേട്ടോണ്ട് നടക്കുന്നത്. സത്യമല്ലേ ഈ പറയുന്നില്ല? എത്ര നേരമായി ഒരു പാട്ട് പാടാൻ പറഞ്ഞു, ഒരു പാട്ട് പാടി കൊടുക്കുകയും ചെയ്തു. ഉണ്ടോ? അതേ ഫോണിനകത്തൊരു പാട്ട് പാടി കൊടുക്കുക. ഇതൊക്കെയാണ് പരിപാടികൾ ഇവിടെ. ഒന്നും പറയണ്ട കേട്ടോ. മലയാള ഭാഷതൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു, ചിരികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിയിൽ കുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. അതാ പാടിക്കൊടുത്തത്. എനിക്കറിയാം, കേട്ടിട്ടുണ്ടോ? പക്ഷെ എനിക്കറിയാം. ചേട്ടായിക്ക് അറിയാവുന്ന എല്ലാം പഴയ പാട്ടുകളാണ്. പഴയ പാട്ടിന് അർത്ഥമുണ്ട്, വരികൾ നല്ലതാണ്. ഇപ്പോഴത്തെ പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പാട്ട് എന്നാ വിട്ടില്ല അർത്ഥമുണ്ടോ? വയലാർ ഓർമ്മയും അന്നത്തെ കവികളൊക്കെ എഴുതിയ പാട്ട്, വയലാറും അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ എഴുതിയ വാക്കുകൾ പോലും കിട്ടുന്നില്ല. എന്നൊക്കെയാണോ ഈ ബസ്സിലൊക്കെ പോകുമ്പോ കേൾക്കാവേ എന്നെ പാട്ടുകളാന്ന് ഓർക്കും. അയ്യോ ദൈവമേ, പാട്ടിനെ കുറ്റം പറയല്ലേ. ഈ പാട്ട് എഴുതിയാലും കൂടെ നമ്മളെ പാട്ട് പഴയ പാട്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടം. പഴയ പാട്ടുകൾ, പുതിയ പാട്ട് പുതിയ പാട്ട് മോശമെന്നല്ലേ? അത് പുതിയ തലമുറയ്ക്ക് ഒരു ജനറേഷൻ, ഞാൻ പഴയ ജനറേഷനില്ല. അപ്പം എനിക്ക് പഴയ ഒരു പാട്ടാണ് എനിക്ക്. പുതിയ ജനറേഷന് അങ്ങനെയുള്ള പാട്ടേ പറ്റുള്ളൂ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണമെന്നാണ്, അങ്ങനെയുള്ള പാട്ടൊക്കെ. എന്നാണേലും അവള് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ ക്യാമറ എടുത്തിട്ട് പാടി എല്ലാം സെറ്റാക്കിക്കോ, നമുക്കൊരു വീഡിയോ എടുത്തേക്കാന്ന്. ഒത്തിരി താങ്ക്സ് മനുഷ്യനെ, നന്ദിയുണ്ട് മനുഷ്യനെ, നന്ദി. കാരണം ഞാൻ തന്നെ ഇത് ചലിച്ച് എൻ്റെ സംസാരം കേട്ടിട്ട് നിങ്ങളെല്ലാവരും പഠിത്തം എനിക്കറിയാം. ഇടയ്ക്ക് ചേട്ടായി കൂടെ ഉണ്ടെങ്കിൽ ഒരുതാണ്, വീട്ടിലാണെങ്കിലും ചേട്ടൻ പറയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ, സന്തോഷമാണെങ്കിലും കൂട്ടായൊക്കെ ആണെങ്കിലും പറയും. അലുവിനുണ്ടെങ്കിൽ ആ ഒരു ഫുൾ പവർ. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലെ 7:30 പോകുന്നു. ഞാൻ 7:30 പോയിട്ട് ഞാൻ കാശ് ഫാൻ്റെ കീഴിൽ ഇരിക്കുമല്ല. ഞാൻ പിന്നെ നല്ല പണി എടുത്ത് കഴിഞ്ഞ ദിവസമാണ് ഒരു തേങ്ങാച്ചാക്ക് ഇങ്ങനെ പിടിച്ചിറക്കിയപ്പോൾ എൻ്റെ ഇവിടെ ഇങ്ങനെ തേങ്ങാച്ചാക്ക് കൊണ്ടിട്ട് എനിക്കിപ്പോൾ ഇവിടെ അനക്കാൻ വയ്യാത്ത വേദന, ഭയങ്കര വേദന, ഇത്രയും ഭാഗത്ത് ഭയങ്കര വേദന. അപ്പോൾ ഞാൻ ഇപ്പോൾ സിന്ധുവിനോട് പറയും, ഞാൻ കൊച്ചിനോട് പറഞ്ഞു എടിയെ വെച്ചാൽ എനിക്കിങ്ങനെ അതെല്ലാത്തിനും പപ്പാച്ചി പിടിച്ചേ, വേറെ ആൾക്കാരില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അമ്മ പറ്റത്തില്ല, അമ്മ പോകണ്ട, ഇതൊക്കെയാ പറയുന്നത് കേട്ടോ. അല്ല, അത് തൊഴിലുറപ്പിന് പോകുന്നത് നമ്മള് ജോലി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. എല്ലാ പണിക്കും അതിൻ്റെതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയെങ്കിലേ നമ്മുടെ ജീവിതം പൂർണ്ണമാക്കുള്ളൂ. ഓട കോരുന്നവനും അതിൻ്റെതായ എല്ലാ പണിക്കും അതെ, എല്ലാ പണിക്കും അതിൻ്റെ. ഞാൻ അവിടെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചന്തയൊക്കെ തൂത്തുവാരി, നമ്മുടെ ചന്ത മാർക്കറ്റാണ് നിൽക്കുന്നത്, മാർക്കറ്റിനകത്ത് എല്ലാം തൂത്തുവാരി. മാർക്കറ്റ് എന്ന് വെച്ചാൽ ഫുള്ളല്ല, നമ്മുടെ കടയുടെ ഫ്രണ്ടും മാർക്കറ്റിൻ്റെ ഫ്രണ്ടും എല്ലാം നമ്മൾ തൂത്തുവാരി നമ്മൾ നീറ്റാക്കി ഇടും. കാരണം നമ്മൾ നിൽക്കുന്നിടം വൃത്തിയായിട്ടിരിക്കണം. മാർക്കറ്റിൽ തൂപ്പുകാരുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ പൊടി വീണാലും, നമ്മുടെ സവാള തൊലി വീണാലും, അല്ലെങ്കിൽ നമ്മളൊരു കപ്പത്തൊലി വീണാലും, നമ്മുടെ കപ്പയുടെ മണ്ണുണ്ട്, ഇതെല്ലാം നമ്മൾ തൂത്തുവാരി എല്ലാം റെഡിയാക്കി ഇട്ടാലേ നമ്മുടെ സാധനം നല്ല പൊലിമയായിട്ട് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ സവാള തൊലിയും കപ്പത്തൊലിയും ഇതെല്ലാം കിടന്ന് നമ്മുടെ സാധനം ആരും മേടിക്കില്ല. പിന്നെ നമ്മൾ വായിട്ടടിക്കണം. നമുക്ക് വായിട്ടടിക്കണം. ഇപ്പം നമ്മൾ റോഡ് സൈഡല്ലേ, റോഡ് സൈഡാകുമ്പം തേങ്ങയുണ്ട്, കപ്പയുണ്ട്, എണ്ണയുണ്ട്, സവാളയുണ്ട്, ജീരകമുണ്ട്, പെരുംജീരകം എല്ലാം ഉണ്ട്. അതെല്ലാത്തിൻ്റെ പേര് പറഞ്ഞിട്ടൊരു പരിപാടി ഞാൻ ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളോട് ആൾക്കാർ മേടിക്കും. ഉറക്കത്തിൽ കിടന്ന് ഞാൻ പറയും 3 കിലോ 100 കപ്പ, 3 കിലോ 100 എന്നൊക്കെ ഞാൻ ചോദിക്കും. ഉറക്കത്തിൽ കിടന്ന് പറയാറുണ്ട്.
അപ്പൊ നമുക്ക് കടയുടെ ചിന്തയാണ് മൈൻഡ്. അല്ല നമ്മൾ പകല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ വരുന്ന പറയുന്നത് ശരിയത്. ഞാനും അങ്ങനെയായിരുന്നു. ഞാൻ നിന്ന കടയുടെയൊക്കെ തിണ്ണ തുടയ്ക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നത് നേരത്തെ ഇവിടെ നിന്ന് പിള്ളേർക്കൊക്കെ തിണ്ണ ഇറങ്ങി തുടയ്ക്കാൻ മടിയായിരുന്നു. പക്ഷെ തിണ്ണ തുടച്ചിട്ട് വേണ്ടേ ഏറ്റവും ഫസ്റ്റുള്ള സ്ഥലത്തിട്ട് വേണ്ടേ അകം വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ഞാനും അങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഞാൻ ഒരിടയ്ക്കൊക്കെ ഒത്തിരി സങ്കടപ്പെട്ട ഒരു സമയമുണ്ട്. എന്നാന്ന് പറയട്ടെ, നമ്മുടെ മാധുരി ചേച്ചിയുടെയൊക്കെ വീടില്ലേ, എൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ ചേട്ടാ ചേട്ടായിയുടെ കൂടെ വന്നതിന് ശേഷമല്ല. അപ്പം മാധുരി ചേച്ചി എന്ന് പറയുന്ന ചേച്ചിയുണ്ട്, വിജയസേന ചേട്ടൻ്റെ. അപ്പം അവർക്ക് 2 പെൺമക്കളാണ്. അതെ, സൗമ്യയും സഡു എന്നും പറഞ്ഞ് 2 പെൺമക്കളാണ് അവർക്ക്. അപ്പം സൗമ്യയ്ക്ക് കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത കൊച്ചുണ്ടായപ്പോഴും രണ്ടാമത്തെ കൊച്ചുണ്ടായപ്പോഴും ഞാനാണ് പോയി നിന്ന് നോക്കിയതും പറഞ്ഞു നോക്കുക. അപ്പോൾ സിറ്റിയാണ്, സന്തോഷിൻ്റെ കടയുടെ തൊട്ടപ്പുറത്ത്. അപ്പോൾ സിറ്റിയാണേ. ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ പോവുകയും ബസ്സിൽ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്നെ കാണുമ്പോഴത്തേക്ക് ഞാൻ ആ സിറ്റോട്ട് കൊടുക്കുന്ന ഈ കണ്ണൻ്റെ വീണ്ടും അങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെയാണ് കണ്ണനുമായിട്ട് കണ്ണനും സജ്ജിയൊക്കെ പണ്ടേ എനിക്ക് അറിയാമെന്ന് തന്നെ. അപ്പോൾ ആ സിറ്റൗട്ടൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. ദൈവമേ, എൻ്റെ കൂടെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ദൈവം പഠിക്കാൻ പോകുന്നു, ജോലിക്ക് പോകുന്നു, പഠിച്ച പിള്ളേരൊക്കെ. അങ്ങനെ എനിക്ക് വിഷമം. പക്ഷെ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, എങ്കിലേ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു തോന്നാനോട് കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോൾ ചേട്ടായി ചന്ത നോക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ ഓർത്തു, എനിക്കും വിഷമം വന്ന കാര്യം. അതൊക്കെ പോട്ടെ. എന്നാലും നമ്മളിപ്പോൾ അത്രേ ഉള്ളൂ. പണി ചെയ്ത് ഏത് പണിക്കും അതിൻ്റെതായ അഭിമാനമുള്ള ദിവസമായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ. അപ്പം പിന്നെ നമ്മളെ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കടയിൽ. അതെ, ചേട്ടാ പിന്നെ വീഡിയോക്ക് അത് കാണുന്നുണ്ടല്ലോ എന്ന് പറയാൻ നമുക്കൊരു സന്തോഷം. സത്യം. അപ്പോൾ അവർ വരുമ്പോൾ ഞാൻ തൂത്തോണ്ടിരിക്കുമായിരിക്കും. അന്നേരം ചോദിക്കും, ചേട്ടാ ചേട്ടൻ വീഡിയോ യൂട്യൂബിനകത്ത് അന്നേരം ഞാൻ ഉടനെ നമ്മുടെ പേരെന്നാ, എവിടെയാണ് താമസിക്കുന്നത്, അവരോട് കൂടെ കുറെ കുശലം പറയും, അവരെ അവർ സന്തോഷിപ്പിച്ചു. ഇപ്പൊ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ട് ഇപ്പൊ കണ്ണൂരിൽ നിന്ന് ഒരു ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടം ചേട്ടാനെ പ്രത്യേക അന്വേഷിച്ചെന്ന് പറയണമെന്നൊക്കെ പറയട്ടോ. ഭയങ്കര ഇഷ്ടമാ. പിന്നെ കണ്ണൂർ വരുമ്പോൾ നമുക്ക് ഞാൻ ഇന്നാളൊക്കെ എന്നെ നമ്മുടെ മുത്തപ്പനെ കാണാനായിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. പറശ്ശിനിക്കടവ്. അപ്പൊ ചേട്ടാ എപ്പോഴും പറയുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഈ ചേച്ചിയും പറഞ്ഞു, ചേച്ചിയാണോ അത് അതിനെക്കാട്ട് പ്രായക്കുറവാണോ നിർത്തിയിട്ട് സത്യത്തില് വായു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷമായി. അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഞാൻ തൊഴിലുറപ്പിന് പോകുന്നു, രാവിലെ ചേട്ടായി കടയിൽ പോകുന്നു, അതൊക്കെ ഉള്ള ഒരു വീഡിയോ കാണിക്കാം. പിന്നെ വേണമെങ്കിൽ ചേട്ടായി 2 പാട്ട് പാടുന്നുണ്ടോ? ഇല്ല, ഇനി പാടുന്നില്ല. പിന്നെ എന്നാ വീഡിയോയിലൊക്കെയാണ് നിങ്ങൾ ക്യാമറ ഓണാക്കാൻ പറഞ്ഞത്? ക്യാമറ ഓണാക്കാൻ പറഞ്ഞ ഒരു ചെറിയൊരു പ്രസന്റേഷൻ ഉണ്ട്. ആർക്കാ? നിനക്ക്. പോയേട്ടായി. അത് ചെറിയ പ്രസന്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യം കൊണ്ട് കൂട്ടിവെച്ചൊരു സമ്പത്ത്. ഈ ഇല്ലാത്തടത്തും ഉണ്ടാക്കിയെന്ന് പറയും. അങ്ങനൊരു സമ്പത്താണ്. ഈ ചാടി പിടിച്ച് മേടിച്ചു കേട്ടോ. നിന്റെ സാധനമാണ് അക്ഷയതൃതീയായിരുന്നു കേട്ടോ ഇന്ന്. എന്റെ ദൈവമേ മതി. സൂപ്പറാണോ? ഇതിനകത്തൊരു വള കയറ്റി ഇടേണ്ടി വരും കേട്ടോ. എൻ്റെ ചിലപ്പോൾ അത് വളയും. ചിലപ്പോൾ ഇത് വളയുന്നുണ്ട്. ഒരു വള കയറ്റി ഇടേണ്ട വരുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഇതിനകത്തൊരു ക്യാപ്പുണ്ട്. അപ്പം കയറ്റില്ല. ഏതാ ചേരുവോ? അയ്യോ ദൈവമേ, ഇതൊരു ഭയങ്കര വമ്പൻ സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. കറക്റ്റൊക്കെയാ. ദൈവമേ, ഭയങ്കര വമ്പൻ സർപ്രൈസ് ആയിപ്പോയി. അക്ഷയതൃതീയ ഞാൻ 1-2 ആഴ്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അക്ഷയതൃതീയാണ്. നമുക്ക് മാത്രം ഒന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ ചേട്ടാ ഇതൊക്കെ. അന്നേരം ഇപ്പൊ ഭയങ്കര വില കൂടി നിൽക്കല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു അക്ഷയതൃതീയൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ പോകും, അതൊന്നും കണക്കിലെടുക്കണ്ട. ഈ സ്വർണ്ണക്കടക്കാരുണ്ടാക്കിയൊന്നും വലിയ കാര്യമൊന്നുമില്ല. ചേട്ടായി ഈ സ്വർണ്ണക്കടക്കാരെ ഈ സ്വർണ്ണം വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പരിപാടിയാണ്. ഒരാഴ്ച ഞാൻ പറിച്ചു തുടങ്ങിട്ട്. അല്ല, അതിനകത്ത് ഇപ്പം നമ്മള് കാര്യമില്ല. നമുക്കിപ്പം എന്നാ ചെയ്യാൻ പറ്റും? ഇല്ലാത്ത അതൊന്നുമല്ല. എനിക്ക് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാമേ. ഉഷേജി ഞാൻ മുണ്ടക്കത്തെ വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ, അമ്മൂനൊരു കുഞ്ഞിക്ക ഒരു മുട്ടും ഒരു ഞാത്തും കൂടെ മേടിച്ചു കൊടുത്തു. ഒരു മുത്തും ഞാത്തുണ്ട്. അതാണ് നമ്മൾ ഗീത ചേച്ചിയുടെ മാളൂന് കൊടുത്തില്ലേ, മണ്ണൊക്കെ ചുമന്ന് വന്നതിന് ഒരു കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞൊരു മുത്തും ഒരു മുത്തും കൂടെ ഇങ്ങനെ ഞാനും വാരിത്തും കിടക്കുന്നത്. അതൊരു അക്ഷയതൃതീയാണ് അന്ന് ചേച്ചി മേടിച്ചു കൊടുത്തത് കേട്ടോ. അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി സ്വർണ്ണം ഉണ്ടായത്. അപ്പൊ പൊലിക്കുന്നു ആയിരിക്കാം. പക്ഷെ ദൈവമേ, ഇന്നും അക്ഷയതൃതീയ
ചേട്ടാ അങ്ങനെ പറയും ഇന്നുണ്ടല്ലോ എനിക്ക് അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല കേട്ടോ. ചേട്ടാ അങ്ങനത്തെ വിശ്വാസമില്ല. പക്ഷെ ഞാൻ ഒന്നിനും ടാക്സിയായിട്ട് പറിച്ചിട്ടായിരുന്നു. പക്ഷെ അത്ര ഈ പരസ്യം കാണുന്നുണ്ടേ പറഞ്ഞോണ്ടിരിക്കുകയാണ് നമുക്ക് മാത്രം ഒന്നും വീട്ടിൽ നടക്കല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പിന് പിന്നെ ജെസ്സിയേച്ചി പറഞ്ഞു കേട്ടോ, അമ്മാമ്മയുടെ മകള് പറഞ്ഞ് പിന്നെ അക്ഷയ തൃതീയ സിന്ധു ഒന്നും എടുക്കുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ഒന്നും പൈസയൊന്നും ഇല്ല, ഒന്നും എടുക്കുന്നില്ല. എടി കൊച്ചേ ഞാൻ അത് അങ്ങനെ മേടിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് പൊരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പോയി ഒരു മാമോദിസാണ് കുഞ്ഞുമോതിരായിട്ട് മേടിക്കും, ആരെങ്കിലും വിളിക്കുമ്പോൾ കൊടുക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഏതായാലും ദൈവം സഹായിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഇത് എന്റെ പൈസ അല്ല കേട്ടോ, എനിക്കറിയത്തില്ല ചേട്ടൻ. ഇപ്പൊ നമ്മള് മറ്റേ ഭഗവത്ഗീതയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, അർത്ഥാനാം മാർഗമേ ദുഃഖം തദൈവ പരിപാലനെ ഇതേ ദുഃഖം ദാശേ ദുഃഖം ദി അർത്ഥാനാശകാരണി. ഇത് നിങ്ങൾ ഒത്തിരി വീഡിയോക്കകത്ത് കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് പക്ഷെ ഒരു പ്ലാസ്റ്റിക്കിന്റെ വള ഇടണം. ഇടണമെന്നല്ലേ പറഞ്ഞു. ഇപ്പം പിന്നെ മലയാളം അല്ലേ പറഞ്ഞു, ഞാൻ സംസ്കൃതം അല്ലല്ലോ പറഞ്ഞു. അപ്പൊ ഇത്ര വലുത് ഇല്ലായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ വളയും കൂടെ മേടിക്കാൻ. പ്ലാസ്റ്റിക്കിന്റെ വള മേടിച്ചിട്ടാണ്. അയ്യോ മതി. പക്ഷെ ഇത് എവിടുന്ന പൈസ അപ്പം തിന്നണ്ട കുഴി കണ്ടത്. ഞാനത് പറഞ്ഞല്ലോ, ഇല്ലാത്തടത്തുനിന്ന് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ പൈസ. അപ്പം നമുക്ക് എന്നും ഇതിന്റെ മേടിച്ചതാണ് കേട്ടോ. ചെറിയ ശമ്പളത്തിലാണ് നിൽക്കുന്നത്, തീരെ ചെറിയ ശമ്പളത്തിൽ നിൽക്കുന്ന ജോലി ചെയ്യുന്നത്. അത് 500 രൂപ ശമ്പളം. അപ്പം 500 രൂപ ശമ്പളത്തിനകത്ത് ഞാൻ വൈകിട്ട് വിളിച്ച് ചോദിക്കും, എന്നെ ഈ സാധനം വന്ന് നമ്മൾ വിട്ട സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ കഴിഞ്ഞ് വരുന്നതിൻ്റെ മിച്ചം ആണ് ഇതൊക്കെ. ഇനി ഒരു സമ്പാദ്യം കൂടെ ഉണ്ട് കേട്ടോ, ഒരു സമ്പാദ്യം കൂടെ ഉണ്ട്. അത് ഓണത്തിനെ കിട്ടത്തുള്ളൂ. അതൊരു 10,60,000 65,000 രൂപ കിട്ടും. ആ ഒരു സമ്പാദ്യമുണ്ട് എനിക്ക്. പിന്നെ എനിക്കൊരു ഗ്രാറ്റുവിറ്റി, ഞാൻ ജോലി ചെയ്ത സമയത്ത് ഉള്ള ഗ്രാറ്റുവിറ്റി ഉണ്ട്. അതൊരു എത്രയാണെന്ന് എനിക്കറിയത്തില്ല, പൈസ കിട്ടും. അത് ഒരു 10-20 രൂപയ്ക്ക് താഴെ വരത്തുള്ളൂ. പക്ഷെ കിട്ടാനാണെങ്കിൽ എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടണം. പക്ഷേ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. അതെല്ലാം നമ്മുടെ എസ്റ്റേറ്റും കാര്യങ്ങളും ഒക്കെ തൊഴിലാളികളും യൂണിയൻ കാര്യമൊക്കെ ഉള്ളതല്ലേ, അതെല്ലാം അങ്ങനെ കാണാൻ ഗുണം. പോട്ടെ, മേടിച്ചെടുക്കുക. ഈ മാസം എന്നാന്ന് ചോദിച്ചാൽ 2-3 വിശേഷമുള്ള മാസമാണ്. എനിക്ക് എൻ്റെ ചേട്ടന് കിട്ടിയ മാസമാണ്. പിന്നെ മെയ് 29 ചേട്ടാ എന്നെ കല്യാണം കഴിച്ചത് കേട്ടോ. എൻ്റെ മതി. അപ്പൊ മെയ് 29 മേടിച്ച് തരാനായിട്ടാണ് ഇരുന്നായിരിക്കും. ഞാൻ ഇങ്ങനെ ഈ അക്ഷയത്തിലേക്ക് പറഞ്ഞിട്ടായിരിക്കും, എനിക്കറിയത്തില്ല മേടിച്ചു. ഇപ്പോഴാണ് ഞാൻ സത്യാവസ്ഥ അറിയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എന്താണെന്നറിയോ, ചേട്ടയുടെ ബർത്ത്ഡേ മെയ് 25, മെയ് 29 വെഡിങ് ആനിവേഴ്സറി. അപ്പൊ 25-ന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു കുട്ടി സമ്മാനം വെച്ചിട്ടുണ്ട്. കാരണം ഞാനിപ്പോ പാപ്പനായിപ്പോയി, കാരണം നമ്മുടെ പണിയും കാര്യങ്ങളും ഒക്കെ ചെയ്തോണ്ടിരിക്കുമല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പൊ എന്റെ കുട്ടി സമ്മാനം ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഞാനൊരു കുട്ടി സമ്മാനം മേടിച്ച് വെച്ചിട്ടുണ്ട്. ദൈവമേ, സമ്മാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടിയാണെങ്കിലും എന്നാലും വലുതാണ്. അപ്പോൾ ഒരു സമ്മാനം തരുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സമ്മാനം തന്നെയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഒരു വലിയ സമ്മാനമായിരിക്കും അതൊക്കെ. സ്പ്രേ അത് ഏറ്റവും ചേട്ടാക്ക് ഇഷ്ടമുള്ള സാധനം സ്പ്രേ. 150 രൂപ സ്പ്രേ. എനിക്കറിയത്തില്ലല്ലോ. ഞാനപ്പോ ചേട്ടാന്റെ സ്പ്രേ എല്ലാം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ദിവസം എല്ലാം ഇരുന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന മാതിരി ചേട്ടായി കുറേ ദിവസം വന്നിട്ടുണ്ട്, എന്റെ സ്പ്രേ എല്ലാം കഴിഞ്ഞു, എന്റെ സ്പ്രേ എല്ലാം കഴിഞ്ഞത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോ ഒരു സ്പ്രേ മേടിച്ചിട്ട് എന്നിട്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് അത് കൊടുക്കുക. ഈ പ്രാവശ്യം ബർത്ത്ഡേ ആഘോഷം പരിപാടിയൊന്നും ഇല്ല. നമ്മള് ബർത്ത്ഡേ ആഘോഷം നമുക്ക് ഞാൻ കുറെ കാലം ഇപ്പൊ ഈ സിന്ധു കൂടെ വന്നപ്പോ ഞാൻ ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നത്. ഞാനിത് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്റെ ആവശ്യമില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കില്ല. കാരണം എന്നും നമ്മൾ ശരിയാ. പക്ഷെ അങ്ങനെ ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് കേറിപ്പോ എല്ലാരും കൂടെ കണ്ടപ്പോഴത്തേക്ക് സന്തോഷമായോ? അല്ല, അത് തന്നെ അത് പറഞ്ഞത്. അതിപ്പം അതിന്റെ ആവശ്യമില്ലാന്ന് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആ പൈസ വെറുതെ കളയരുത്. കേക്ക് വാരി മൂത്ത് കഴിച്ച് കളയുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസത്തെ പ്രായം കുറയുമല്ല, നമുക്ക് പ്രായം കൂടുക. പ്രായം കൂടുന്നതിന് സന്തോഷിക്കേണ്ട കാര്യമില്ല. പ്രായം കുറഞ്ഞാൽ സന്തോഷിച്ചാൽ മതി. ആയുസ് കൂടുക. ആയുസ് കൂടുന്നതിനെ സന്തോഷിക്കാം. നാളത്തെ നമുക്ക് അടുത്ത ശ്വാസത്തിന് നമുക്ക് അധികാരമില്ല. പിന്നെ അതിന്റെ ആഘോഷത്തിന് വേണ്ട നമുക്ക് ബർത്ത്ഡേ. അല്ല, ഞാൻ അങ്ങനെയാ കേട്ടോ. എനിക്കങ്ങനെ ബർത്ത്ഡേ വീട്ടിൽ വെച്ച് തറവാട്ടി വെച്ച് എസ്റ്റേറ്റ് വീട്ടിൽ വെച്ച് അന്ന് എല്ലാവരും ഉണ്ടായിരുന്നപ്പോഴാണ് ഇതേ ഉണക്ക് മോതിരമൊക്കെ മേടിച്ചു കൊടുത്ത് ഒന്ന് ചേട്ടായി അറിയാണ്ടൊന്ന് ആഘോഷിച്ചു. ബിരിയാണി ചേട്ടയുടെ ഓഫീസിലെ സ്റ്റാഫിനെയൊക്കെ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് പിന്നെ ഈ പ്രാവശ്യമാണ് സർപ്രൈസ് ആയിട്ട് നമ്മളെല്ലാവരും വിളിച്ചു. പക്ഷെ ഈ പ്രാവശ്യം ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കാട്ടി ഒത്തിരി കാര്യങ്ങൾ ബർത്ത്ഡേ നമുക്ക്
ആഘോഷിക്കുന്നില്ല. ഞാൻ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇതേ. യാർഡ്ലി ഇച്ചിരി ഉള്ളതിൽ എന്നാ സൂപ്പറാന്നറിയാമോ? നോക്കട്ടെ. ഒരുമാതിരി കോഴിയിറച്ചിയുടെ മണമുണ്ട്. ദൈവമേ മതി, മേടിച്ചു കൊടുത്ത് എന്നെ പറഞ്ഞത്. അല്ല, ഇപ്പം ഒരാൾ സമ്മാനം തരുമ്പം അദ്ദേഹം മോശമെന്ന് പറയത്തില്ല, ഒരിക്കലും പറയും, ഒരിക്കലും പറയത്തില്ല, നല്ല തന്നെ പറയത്തുള്ളൂ. അപ്പം നമ്മളത് ഇനി മോശമായി പോയാൽ തന്നെ സൂപ്പർ കേട്ടോ, സൂപ്പർ പറയണം, ഫസ്റ്റ് ക്വാളിറ്റി എന്നേ പറയാവുള്ളൂ. വിലയൊന്നും നോക്കണ്ട, ബാക്കി ഇത് തന്നെ വെച്ചോ. അപ്പൊ എന്തായാലും ഞാൻ ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരുന്ന കുട്ടി സമ്മാനമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഇതിനകത്തൊരു പ്ലാസ്റ്റിക്കോളം മേടിച്ചിടണം. പിന്നെ തൊഴിലുറപ്പിന് പോകുന്നതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പക്ഷെ നാളെ ദിവസം നമ്മളെ എല്ലാവരും കാണിക്കട്ടെ അല്ലേ, എനിക്ക് ഒരു സമാധാനമില്ല ഇത് എല്ലാവരും കാണിക്കാതെ. എന്തായാലും ഒത്തിരി സന്തോഷം ചേട്ടായി. ഇതാണ് എൻ്റെ സമ്മാനം. ദൈവമേ, ജീവിതകാലം മൊത്തം ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. നമ്മൾ കല്യാണം കഴിച്ചിട്ടോ 2007 കണക്കൂട്ടിക്കും. അപ്പൊ ഇപ്പൊ ഒരു ഉമ്മ വന്നു. അപ്പൊ എത്ര ഉമ്മ നീ തന്നിട്ടുണ്ട്? 2007 കണക്കൂട്ടിക്കും. എത്ര വർഷമായത്? 18 ആണോ 19 ആണോ? എത്ര ആട്ടെ, 18 വർഷം. ഇന്ന് വരെ ഞങ്ങൾ അടി കൂടുവോ വഴക്ക് കൂടുവോ ഒന്നും ചെയ്തിട്ടില്ല. 18 വർഷം കേട്ടോ. അവളൊക്കെ നമ്മളിവിടെ താമസം തുടങ്ങിയിട്ട് 4 വർഷം കേട്ടോ. നമ്മുടെ ഈ പുതിയ വീട്ടില് താമസം തുടങ്ങി 4 വർഷം May 7 ഇവിടെ നമ്മൾ കയറി താമസിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര കൊറോണയുടെ കത്തി നിൽക്കുന്ന സമയം. അതുകൊണ്ട് ഒന്നും വെച്ചില്ല. പിന്നെ അതിനകത്ത് ഭയങ്കര ആക്ഷേപം ഞാൻ കേട്ടു. നമ്മുടെ ആൾക്കാരെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് ദിവസം വിളിച്ചില്ല. പക്ഷെ അന്നേരം വിളിക്കാൻ പറ്റത്തില്ലാത്ത കാര്യമാണ്. പോലീസ് അങ്ങനെ ഉണ്ടാക്കുന്നു, പോലീസ് ഇങ്ങനെ ഉണ്ടാക്കുന്നു, ഇവിടെ ആൾക്കൂട്ടം പറ്റിയല്ല, അങ്ങനെ വന്നു. അപ്പം എനിക്ക് അന്നത്തെ കയറി താമസം എനിക്ക് ചിലവെന്ന് വെച്ചാൽ 22 പൊറോട്ട, 22 പൊറോട്ടയും 2 കിലോ ചിക്കൻ ഞങ്ങൾ മേടിച്ചുകൂടെ കറി വെച്ചതേ ഉള്ളൂ. നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ ഇന്ദിരാമ ഉണ്ടായിരുന്നു, സൂസമ്മ ചേച്ചി, അപ്പഞ്ഞാണ്ടും കരോട്ട പ്രിന്റുവിന്റെ ഒരു സെക്രട്ടറിയല്ലേ തടി പണിത്. അവര് താഴ്ത്തുകാരായിരുന്നു. ലാലും ഇവരല്ലായിരുന്നു. നമ്മുടെ പിള്ളേർ, അവരെ പെങ്ങന്മാരുടെ പിള്ളേരൊക്കെ, പെങ്ങന്മാരുടെ പിള്ളേരെന്ന് പറയാറില്ല, എൻ്റെ അനന്തൻ, ശ്രീകുട്ടൻ, അവരെല്ലാം പിള്ളേരുണ്ടായിരുന്നു. അവിടെ കൊണ്ടുവരാൻ സാധനങ്ങളെല്ലാം കൊണ്ട് തരാനായിട്ട് സന്തോഷം, വീട്ടിൽ നിന്ന് സന്തോഷം മാത്രം. ഒറ്റ എടുത്തരം വിളിച്ചില്ല, ആരെ വിളിച്ചില്ല, അമ്മനെ പോയി വിളിച്ചില്ല. കാരണം 60 വയസ്സ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ലാത്ത ഒരു സ്റ്റേജൊക്കെ ആയിരുന്നു. അന്നത്തെ സ്റ്റേജൊക്കെ. അന്നത്തെ ഒരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എടുത്ത ഇഞ്ചക്ഷനാണ് എന്നെ തളർത്തിക്കളഞ്ഞു. എനിക്ക് വേറെ ഒരു കുഴപ്പം, ഒരു രോഗം, ഒരു അസുഖം, ചെറിയ ശ്വാസം മുട്ടൽ, ഈ പൊടിയടിക്കുമ്പോൾ ഒരു അലർജി, ഈ റേഷൻ കടയിൽ നിന്ന് ഒരു അലർജി ഉള്ളായിരുന്നു. 3 ഇഞ്ചക്ഷൻ എന്നെ കൊണ്ടെടുപ്പിച്ച്. 3 ഇഞ്ചക്ഷൻ, കോവിഷീൽഡ് എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചക്ഷൻ. അതുകൊണ്ടാണ് എനിക്ക് ഈ തോളലിൻ്റെ പിന്നെ ഇവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കത്തില്ല, ഇവിടെ ഇങ്ങനെ വിലക്കം വീഴും, കൈകാല് മരപ്പ്, പെരുപ്പ്, കോച്ച്, കൊളുത്ത് എല്ലാം ഉണ്ടായതാണ്. അത് തന്നെ യാതൊരു സംശയമില്ല. പിന്നെ അതുകൊണ്ട് ഇപ്പം നമ്മളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഇങ്ങനെ ഈ ജോലി ചെയ്ത് ഇങ്ങനെ 2 കടിച്ചൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വിഷമാണ് ഉണ്ടാക്കരുത്, ഉപയോഗിക്കണമെന്നാണ് നമ്മുടെ പറഞ്ഞേക്കുന്നത്. കണ്ണാടി വെക്കണമെന്ന് വെക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് കിട്ടാനാണ് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ, ഒത്തിരി സന്തോഷമായി. ഓർക്കപ്പുറത്ത് ഒരു സാധനം കിട്ടിയതിൽ ഇത് എന്നാലും ഭയങ്കര സന്തോഷമായി. സ്വർണ്ണമല്ലേ, അല്ല കുഞ്ഞി സാധനം മേടിച്ചു വെച്ചാൽ നമുക്ക് സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാവെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആപത്ത് കാലത്ത് സമ്പത്ത് കാലത്ത് തൈ വെക്കുന്ന തൈ ഉണങ്ങിപ്പോയാൽ പറ്റിയല്ല. അല്ല, ഇങ്ങനത്തെ തൈ ഉണങ്ങിപ്പോകത്തില്ല. അല്ല, ഉണങ്ങിപ്പോയാൽ പറ്റിയില്ല. നമ്മുടെ ഏതായാലും ഒരു പാട്ടും കൂടെ പാടുന്നൊക്കെ പറഞ്ഞ് ഞാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാം പഴയ പാട്ടുകളൊക്കെ തന്നെയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത് കേട്ടോ. എല്ലാ പാട്ടും എല്ലാം നല്ല പാട്ടുകളാണ്. പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും എല്ലാം നല്ല പാട്ടുകളാണ്. എങ്കിലും നമ്മളൊരു പാട്ട് പാടാം. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറി വരച്ചാലും
വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. പമ്പാ നദീസ്ഥടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ. പമ്പാ നദീസ്ഥടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ. ഹിന്ദു ഹിമാചല സഖ്യസാനുക്കളിൽ വിത്തു വിതയ്ക്കരുതേ വർഗീയ വിത്തു വിതയ്ക്കരുതേ. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. നല്ല പാട്ടല്ലേ ആ പാട്ട് മനസ്സിൽ നമുക്കൊരു എല്ലാവർക്കും ഇത് ഇഷ്ടം തോന്നുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്നൊരു പാട്ട് അല്ലേ. സന്തോഷം ചേട്ടാ. പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇടിച്ച് പൊട്ടിക്കണം, കമൻറ്റ് ഇടണം. കമൻറ്റ് ഇടാൻ മറക്കല്ലോ കേട്ടോ. ചേട്ടാ പാട്ട് ശരിയായില്ല, അത് തെറ്റായിപ്പോയി, എന്നെ വരികൾ ഇങ്ങനെയായിരുന്നു, മറ്റേ ഇന്ന പോയി ഇന്നടുത്ത് പോയെന്ന് പറയണം. എന്നാലേ നമുക്ക് സംഗതി പോയി, ആ സംഗതി അത്ര ശരിയായില്ല എന്ന് പറയാം. എന്നാൽ നമുക്ക് ആ സംഗതി ഒന്ന് റെഡിയാക്കിക്കൊണ്ട് വരാം. നമ്മളിപ്പോൾ പിന്നെ സംഗീതം പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ആളൊന്നുമില്ല. പിന്നെ 1-2 ദിവസമൊക്കെ പോയി സംഗീതം പഠിച്ചിട്ടുണ്ട്, 1-2 ആഴ്ച. സംഗീതം പഠിക്കാൻ വേണ്ടി പോയത് ഒരു പുലിയുടെ മടയിൽ, സിംഹത്തിൻ്റെ മടയിൽ. അപ്പം ഇങ്ങനെയുള്ള സംഗീതമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. സംഗീതമൊക്കെ പഠിക്കാൻ അന്നത്തെ സാഹചര്യം ഒത്തായിരുന്നു. പക്ഷേ നമുക്ക് ഇപ്പൊ എന്നാണല്ലോ ഈ ഭായിമാര് കട വരുന്നുണ്ട്, ഇച്ചിരി ഹിന്ദിയൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ചില ഹിന്ദിയൊക്കെ ഇവിടെ വന്ന് എന്നോട് ഇറക്കും ഒന്നും പറഞ്ഞ. മറ്റേ മുമ്പേ വിളിച്ചത് അല്ലേ, ആ മോള് ഭയങ്കര ഹിന്ദി പറയും. അപ്പൊ അവളോട് പറയും, ഞാൻ നിന്നോട് ഹിന്ദി സംസാരിക്കാൻ, നീ ശരിയാണോ പറയുന്നത് തെറ്റാണോ ചെയ്യുന്നത്. അപ്പൊ കോമഡിയാണ്. ചിലപ്പോൾ ഞാൻ ഓർക്കും അതൊക്കെ വീഡിയോ എടുക്കുന്നത്. എന്താ പൊന്നെ, ഭയങ്കര സ്നേഹമുള്ള നമ്മളെ പെറ്റമ്മേക്കാൾ വലിയൊരു പോറ്റമ്മ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന കുറെ പിള്ളേരുണ്ട്. അതെ, സത്യം. എന്തായാലും ഭയങ്കര സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്. നമുക്ക് അങ്ങനെയുള്ള കുറെ ആൾക്കാരുടെ സ്നേഹവും നിങ്ങളെപ്പോലുള്ള കുറെ നമ്മുടെ ഇത്രയും സബ്സ്ക്രൈബറിന്റെ സപ്പോർട്ടും കൊണ്ടുമാണ് ഞങ്ങൾ ഇന്ന് ജീവിച്ചു പോകുന്നത്. അല്ലേ പണ്ടേ നമ്മൾ അപ്പം നമ്മളെ കൈവിടരുത് എല്ലാവരും. വീഡിയോ ഇന്നലെ ചേട്ടായി വീഡിയോക്ക് അത് പറഞ്ഞത് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്. നാളെ ഞങ്ങൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ മനസ്സിൽ കരുതിയിട്ടാണ്, എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയൊന്നും ഞാനൊന്നും നാളത്തേക്കൊന്നും ഞാൻ നീക്കി വെക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ നാളെ ഇപ്പം നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ശ്വാസത്തിന് ഇത് പറയും, ഒരു പഞ്ചിന് വേണ്ടി പറയുന്ന എല്ലാവരും പഞ്ചിന് വേണ്ടി പറഞ്ഞു. മറ്റേ നമ്മുടെ ബിഷപ്പ് ഇന്ന് കണ്ടില്ലേ, അമേരിക്കയിൽ വണ്ടി ഇടിച്ച് മരിച്ചു പോയത്, KP യോഹന്നാൻ സാറ്. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ നമുക്കന്ന് പിന്നെ അവർക്കന്ന് രാവിലെ, നമുക്കന്ന് രാത്രി, വൈകിട്ട് 6-7 മണി അങ്ങോട്ടായി അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും ഒക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭയങ്കര കേട്ടോ. ബിലീവേഴ്സ് ചർച്ചും ബിലീവേഴ്സ് പ്ലാന്റേഷനും അദ്ദേഹത്തിന് ഇല്ലാത്ത സ്ഥാപനങ്ങളില്ല, ആശുപത്രി ഉൾപ്പെടെ. എന്താൾക്കാർക്ക് ജോലി, എന്താൾക്കാർക്ക് ജോലി, എല്ലാം അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്നു കേട്ടോ. സത്യം. അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൻ ഇടിച്ച് പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ പൊട്ടിക്കും. അല്ല അങ്ങനെ പറയാലോ കേട്ടോ, അഹങ്കാരം പറയല്ല, ഇടിച്ച് പൊട്ടിക്കണം കേട്ടോ. ഓക്കെ, അവന് ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടപ്പെട്ടവരെ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരെ അല്ല കമന്റ് ചെയ്യുക. കമന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രചോദനമാണ്.
അപ്പോൾ നമുക്ക് ഓരോ കമൻറ്റിനകത്തൂടെ നമ്മളെ തിരുത്താൻ പറ്റും. അതാണ് എൻ്റെ ഈ പ്രായത്തിൻ്റെ അനുസരിച്ച് ഞാൻ പറയുന്നത്. നമ്മൾ വലിയ ഗായകനോ വലിയ അറിവുള്ളവനോ ഒന്നുമല്ല എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോക്കകത്ത് ഇങ്ങനെ വന്ന് നമ്മളെക്കാട്ടി പ്രായം കുറഞ്ഞവരുടെ ഓരോ കൊച്ചു കമന്റ് കാണുമ്പോൾ ഒത്തിരി ഇത് കിട്ടുന്നതല്ലേ? സത്യം അത് കേട്ടോ. അപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ കടയിൽ പോകുമ്പോഴും കടയിൽ നിൽക്കുമ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ കുഞ്ഞുങ്ങളും വന്ന് എന്നോട് ചോദിക്കും, ചേട്ടാ വീടിക്കത്തുള്ളതല്ലേ? അതെ. അന്നേരം ഞാൻ ഉടനെ പെട്ടെന്ന് ഞാൻ വിഷയം വരും, മോളെ വീട് എവിടെയാണ്? ഇന്ന് വളകോട് അല്ലെ കാഞ്ചാറ് അല്ലെ കട്ടപ്പന ഇങ്ങനെ പറയും. എന്നാണ് വിശേഷം? പിന്നെ അവരെ അങ്ങ് സൂപ്പിട്ട് വർത്താനം പറഞ്ഞ് അവരെ ഒന്ന് സ്നേഹത്തോടെ ഒക്കെ ചായ വേണോ? വേണ്ട. നാരങ്ങളും മതി? വേണ്ട. അങ്ങനെ ഞാൻ വിടും. അങ്ങനെയാണ് നമ്മുടെ ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അധികമൊന്നുമില്ല. ഉള്ളത് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക. നാളത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്കൊന്നുമില്ല. അതിപ്പോൾ നാളെ നമുക്ക് ചെയ്യാം. ഇപ്പം സിന്ധു എന്ന് പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞു നാളെ ഒരു വീഡിയോ ആയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് എൻ്റെ ഒരു പഞ്ചിന് വേണ്ടി നിങ്ങൾക്കൊരു ലുക്കിന് വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ ഞാൻ നാളെ ഇന്ന് വീഡിയോക്കകത്ത് വരുമെന്നോ ഒന്നും എനിക്കുള്ള പ്രതീക്ഷയൊന്നുമില്ല. നാളെ ഞാൻ നേരം വെളുത്ത് അത്രേ ഉള്ളൂ. മനുഷ്യൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ്. ഒരു ശ്വാസത്തിന് അടുത്ത ശ്വാസത്തിന് വിലയില്ലാത്തവനാണ് മനുഷ്യൻ. ഇപ്പം നമുക്ക് 100 കൂട്ടം അസുഖങ്ങളും ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഇടപാട്. അപ്പം എല്ലാവർക്കും